പോരാളി ഷാജി ഇതുവരെ മറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ പോരാളി ഷാജിയെ കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് പോലീസ് ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന വിവരം. എന്തായാലും പോരാളി ഷാജി പുറത്തു വന്നിരിക്കുന്നു. കുറേ കാലം സൈബർ പോരാളിയായിട്ട് പാർട്ടിക്ക് വളരെ വേണ്ടപ്പെട്ടവനായിരുന്നു. പക്ഷെ പിന്നീട് ഈ പോരാളി ഷാജി അനഭിമതനായി പാർട്ടിക്ക് മാറി. അങ്ങനെ ചില ചരിത്രങ്ങൾ അതിനകത്തുണ്ട്. എന്തായാലും പോരാളി ഷാജിയെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പോലീസ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നു ഹൈക്കോടതിയിൽ. എന്തായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത്? പോരാളി ഷാജി എന്നുള്ള പേര് നമുക്ക് സൈബർ ലോകത്തുള്ള ആളുകൾക്ക് പരിചിതമാണ്. പോരാളി ഷാജി CPMന് വേണ്ടി പടപൊരുതുന്ന പോരാളി ഷാജി, എന്ത് പ്രശ്നം വന്നാലും അവിടെ എല്ലാം പോരാളി ഷാജി വരുമായിരുന്നു. ഈ പോരാളി ഷാജി എന്ന് പറയുന്ന ആള് വഹാബ് എന്ന് പറയുന്ന പേരുള്ള ഒരാളാണ്. പോരാളി ഷാജി എന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അയാളെ വേരിഫിക്കേഷന് വേണ്ടി ഉപയോഗിച്ച 2 മൊബൈൽ നമ്പറുകളുടെ ഉടമ ഈ വഹാബാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ആരാണെന്ന് കണ്ടെത്തിയിട്ടില്ല, ഇതുവരെ അത് കണ്ടെത്തിയിട്ടില്ല. മറ്റൊന്ന് ഈ കാഫിർ പരാമർശം ഉണ്ടല്ലോ, കാഫിർ ഈ വടകരയിൽ ശൈലജ ടീച്ചർ തോൽക്കാൻ കാരണമായതുപോലും ആ കാഫിർ പരാമർശമാണ് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ അതിൽ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. അതിലും ഈ വഹാബിൻ്റെ പങ്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പോലീസ് അന്വേഷിക്കും. വഹാബ് മാത്രമല്ല, അതിനകത്ത് ഒരു അമൽ, മനീഷ് തുടങ്ങിയിട്ടുള്ള ആളുകളാണ്. റബീഷ്, അങ്ങനെ 3-4 പേരുണ്ട്. അതിൽ വഹാബുണ്ട്. അപ്പം ചുരുക്കം പറഞ്ഞാൽ പോരാളി ഷാജി ശരിക്കും പറഞ്ഞാൽ CPMന് പണി കൊടുത്തുകൊണ്ട് ഇരിക്കുകയായിരുന്നു കുറച്ച് കാലമായിട്ട്. അപ്പോഴാണ് ഈ തുടക്കത്തിൽ പോരാളി ഷാജി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടിക്കെതിരെ പറയുന്ന ആരൊക്കെ ഉണ്ടോ അവരെ എല്ലാം പോയി അറ്റാക്ക് ചെയ്യുക, അവരെ വല്ലാത്ത രീതിയിൽ മാനസികമായി തകർക്കുക എന്നുള്ള ഒരു ജോലി സ്വയം ഏറ്റെടുത്ത കടന്നൽ കൂട്ടങ്ങളെ പോലെ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്, ഒരു കൂട്ടമാണ് പോരാളി ഷാജി. പാർട്ടിക്കാർക്ക് വലിയ ഇഷ്ടമായിരുന്നു പോരാളി ഷാജി. പോരാളി ഷാജി രംഗത്തിറങ്ങിയാൽ എല്ലാവരെയും നിലംപരിശാക്കി തിരിച്ച് കയറി വരും. എല്ലാം ഇഷ്ടമായിരുന്നു. പക്ഷേ ഇദ്ദേഹം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് CPM തോറ്റതിന് ശേഷം അതിന് തൊട്ടു മുമ്പ് മുതൽ തന്നെ പാർട്ടിക്കെതിരായി പറയാൻ തുടങ്ങി. പാർട്ടിയുടെ ചില നിലപാടുകളെ ചോദ്യം ചെയ്ത് തുടങ്ങി. അപ്പോൾ ഇതൊരു സംശയമായി, ഇതിൻ്റെ യഥാർത്ഥത്തിൽ പാർട്ടിയോട് സ്നേഹമുള്ള ആളുകളാണോ അതോ മറ്റാരെങ്കിലും ആണോ എന്നുള്ള ഒരു സംശയം അതിനകത്ത് തുടങ്ങി. പിന്നെ ചില നേതാക്കളെയൊക്കെ ഇങ്ങനെ വിരൽ ചൂണ്ടാൻ തുടങ്ങി. അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ എന്തായാലും MV ജയരാജൻ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ തോൽവിക്ക് ശേഷം പാനൂരിൽ PK കുഞ്ഞനന്തൻ സ്മാരക അനുസ്മരണത്തിൽ അദ്ദേഹം പറഞ്ഞു, പോരാളി ഷാജി ആരാണ്, പോരാളി ഷാജി എന്ന് പറയുന്ന അതിൻ്റെ അഡ്മിൻ ആരായാലും പുറത്തു വരണം. അദ്ദേഹം ഇടതുപക്ഷ അനുഭാവിയാണെങ്കിൽ, ഇടതുപക്ഷത്തോട് CPMനോട് സ്നേഹമുണ്ടെങ്കിൽ എന്തിനാണ് അയാൾ ഒളിച്ചിരിക്കുന്നത്, അയാൾ എന്തിനാണ് മുഖം കാണിക്കാൻ മടിക്കുന്നത്, എന്തിനാണ് അയാൾ പുറത്തു വരണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പ്രസംഗിച്ചു. അത് മാത്രമല്ല, ഇപ്പോൾ കൊണ്ടോട്ടി സഖാക്കൾ എന്ന് പറഞ്ഞിട്ടൊരു പേജുണ്ട്. ഈ കൊണ്ടോട്ടി സഖാക്കൾ തന്നെ ഒറിജിനലും വ്യാജവും ഉണ്ട്. അപ്പോൾ ഇദ്ദേഹം ചോദിക്കുന്നത് ഈ പോരാളി ഷാജി തന്നെ ഒറിജിനലാണോ വ്യാജനാണോ എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഈ അടുത്തായിട്ട് പാർട്ടിക്കെതിരെ നിരന്തരം അവിടെ അറ്റാക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പോരാളി ഷാജി പുറത്തു വരണം എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ പോരാളി ഷാജി ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് തന്നെ കാരണം പോരാളി ഷാജി പോലുള്ള ഗ്രൂപ്പുകളുടെ ഇടപെടലാണ് എന്ന് MV ജയരാജൻ പറഞ്ഞു. അപ്പോൾ അതിന് മറുപടിയായിട്ട് പറഞ്ഞു, അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്തേക്കല്ല കയറേണ്ടത് എന്നുള്ള ഒരു മറുപടിയായിട്ടാണ് പോരാളി ഷാജി വന്നത്. അപ്പോൾ തന്നെ മനസ്സിലായി ഇത് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ടീമല്ല, നമ്മുടെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ അന്ന് നമ്മളൊക്കെ മനസ്സിലാക്കിയൊരു സംഭവം, ഈ പി ജയരാജനെ സ്തുതിച്ചുകൊണ്ട് വാഴ്ത്തിക്കൊണ്ട് അവിടെ ഒട്ടേറെ വാട്സപ്പ് ഗ്രൂപ്പുകളും സോഷ്യൽ മീഡിയയിൽ കുറേ അധികം പേജുകളും ഗ്രൂപ്പുകളും ഒക്കെ വന്നു തുടങ്ങി. അദ്ദേഹത്തിനാണ് കൂടുതൽ വാഴ്ത്തുപാട്ടിൻ്റെ ആളുകൾ അവിടെ ഉണ്ടായിരുന്നത്. ഇവർക്കാർക്കും അത്തരം വാഴ്ത്തുപാട്ടില്ല. അപ്പോൾ കാരണഭൂതൻ എന്നൊക്കെ പറഞ്ഞ് പാട്ട് എഴുതി എന്നുള്ളതല്ലാതെ സോഷ്യൽ മീഡിയയിൽ കണ്ണൂരിൽ, പ്രത്യേകിച്ച് കണ്ണൂരിൽ പി ജയരാജനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഒട്ടേറെ ആളുകൾ. അതിനകത്ത് പറയുന്നത് പി ജെ ആർമി പ്രധാനപ്പെട്ട ഒന്ന് പി ജെ ആർമി. അപ്പോൾ പി ജയരാജന് പങ്കുള്ള ആളുകളാണ് എന്നുള്ള തരത്തിലേക്ക് ഇതിനെ വ്യാഖ്യാനിക്കാൻ തുടങ്ങി. പോരാളി ഷാജി എന്ന് പറയുന്നത് പി ജയരാജൻ്റെ അറിവോടുകൂടിയാണ് പോരാളി ഷാജി വന്നിട്ടുള്ളത് എന്ന് വ്യാഖ്യാനിക്കാൻ തുടങ്ങി. അതിനകത്ത് സത്യമുണ്ടോ ഇല്ല എന്നുള്ളത് ഒരുപക്ഷെ എം വി ജയരാജൻ പുറത്ത് വരൂ, ഒളിച്ചിരിക്കേണ്ട. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ പുറത്തു വരൂ, നിങ്ങൾ കാണണം, ആരാണെന്നറിയാം. ജയരാജനോട് അതെ. അതിനകത്ത് അദ്ദേഹം പറഞ്ഞു, എൻ്റെ വാർത്താ സമ്മേളനം കാണുന്ന പോരാളി ഷാജിയുടെ അഡ്മിൻ, അപ്പോൾ എൻ്റെ വാർത്താ സമ്മേളനം കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉടൻ പുറത്ത് വരണം. ഇടതുപക്ഷ അനുഭവം ഉണ്ടെങ്കിൽ, ആശയം നാട്ടിൽ പ്രചരിക്കുന്ന ആളാണെങ്കിൽ ധൈര്യത്തോടെ പറയണം ആരാണ് പോരാളി ഷാജി എന്ന് പറയണം എന്നൊക്കെ പറയാം. അപ്പോൾ അന്ന് മുതലേ അപ്പോൾ അതിനിങ്ങനെ മറുപടി കൊടുത്തു. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് അല്ല പിന്നെ കയറേണ്ട, അമ്മയുടെ നെഞ്ചത്തേക്കല്ല കയറേണ്ടതെന്നൊക്കെ മറുപടി കൊടുത്തുകൊണ്ട് പോരാളി ഷാജി അത് വിട്ടുകൊടുക്കാതെ പാർട്ടിക്കെതിരെയുള്ള
പോരാണ് പിന്നീട് നമ്മൾ കണ്ടു തുടങ്ങിയത്. അപ്പോൾ ഇതിനകത്ത് അവർ പറയുന്നത് ഒട്ടേറെ ആളുകൾ പാർട്ടി വിരുദ്ധരായ ആളുകളുടെ കയ്യിലേക്ക് ഈ പേജ് പോയി, പാർട്ടിക്കെതിരെ പറയുന്ന ആളുകളുടെ കയ്യിലേക്ക് ഈ പേജ് പോയി എന്നുള്ളതാണ് പാർട്ടി കണ്ടെത്തിയ ഒരു നിഗമനം. അപ്പോൾ പിന്നെ പാർട്ടിയുടെ കയ്യിൽ നിൽക്കുന്നില്ല. പാർട്ടിക്ക് വേണ്ടി പോരാടാൻ വേണ്ടിയിട്ട് തുടങ്ങിയ ഗ്രൂപ്പാണെങ്കിലും പേജാണെങ്കിലും പിന്നീട് പാർട്ടി വിരുദ്ധരുടെ കയ്യിലേക്ക്. ഇപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ കൊണ്ടോട്ടി സഖാക്കൾ തന്നെ ഒറിജിനലും വ്യാജനമുണ്ട്. ഈ വ്യാജനിൽ നിന്ന് നിരന്തരം അതങ്ങനെ ഉണ്ടല്ലോ ചില ഗ്രൂപ്പുകൾ. ഇപ്പോൾ നമുക്ക് തോന്നും നമുക്ക് അനുകൂലമായിട്ടൊരു പേജാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് തോന്നും. ബറ്റാലിയൻ അതുപോലെ അമ്പലമുക്ക്. അതെ. അപ്പൊ ഇതിനകത്താണ് ഈ കാഫിർ സ്ക്രീൻഷോട്ടൊക്കെ വന്നത്. ഈ റെഡ് എൻകൗണ്ടേഴ്സിലും അമ്പലമുക്ക് ബറ്റാലിയനിലും ഒക്കെയാണ് വന്നത്. അപ്പൊ ഇതിന്റെ ആൾക്കാരാണെന്ന് തോന്നുന്നു ഈ പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ ഇവരാണെന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. പി കെ കാസിമിന്റെ പരാതിയിലാണ്, യൂത്ത് ലീഗ് നേതാവ് പി കെ കാസിമിന്റെ പരാതിയിലാണ് കോടതി അത് അന്വേഷണം പോലീസിനോട് അന്വേഷിക്കാൻ പറഞ്ഞതും. പോലീസ് 21-ാം തീയതി അതിന്റെ റിപ്പോർട്ട് കൊടുക്കാം എന്നുള്ള രീതിയിൽ കോടതിയിൽ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, നമ്മൾ ഈ പോലീസ് ഇതൊക്കെ ജയരാജൻ പറഞ്ഞിട്ടും പോലീസ് ഇത്ര വലിയ കാര്യമായിട്ട് ഇതിനെടുത്തില്ല. കാരണം കാര്യമായിട്ട് അന്വേഷിക്കാൻ, കാരണം ഇതിനകത്ത് പോലീസ് അന്വേഷിച്ചു കഴിഞ്ഞാൽ അത് CPM-ന്റെ ചില മുഖങ്ങളിൽ എത്തുമെന്നുള്ള ഒരു കണക്കുകൂട്ടലും ഒരു അന്വേഷണവും പോലീസിൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് പോലീസ് ജയരാജൻ ഇതൊക്കെ പറഞ്ഞെങ്കിൽ പോലീസ് വലിയ അന്വേഷണം നടത്തില്ല. പക്ഷേ ഹൈക്കോടതി ഇതിനകത്ത് ഇടപെട്ടപ്പോഴാണ് ഈ PK കാസിമിൻ്റെ ഹർജിയെ തുടർന്ന് ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടപ്പോൾ മാത്രമാണ് കേരള പോലീസ് ഇതിന് കൂടുതൽ ഈ സൈബർ പോരാളികൾ ആരാണെന്ന് കണ്ടെത്താനും അതിനകത്തേക്ക് കയറി കൂടുതൽ ഒരു അന്വേഷണം നടത്താൻ ശ്രമിച്ചത് എന്നത് വളരെ പ്രത്യേകതയാണ്. അല്ല, അത് മാത്രമല്ല ഈ CPM-ന്റെ കൂടെ ആവശ്യമാണ് ഇതിനെ പൂട്ടുക എന്നുള്ളത്. കാരണം അവർക്കെതിരെ തിരിഞ്ഞു എന്നുള്ളത് അവർക്ക് തന്നെ മനസ്സിലായി. ഇതിനകത്ത് ആഭ്യന്തരമായിട്ട് ചില ആളുകൾ അതിനകത്ത് സപ്പോർട്ട് കൊടുക്കാതിരിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ പക്ഷേ ഒരു കാലത്ത് ഇവർ മുഴുവനും അംഗീകരിച്ചതും ഈ ജയരാജൻ ഉൾപ്പെടെ ഞങ്ങൾ ക്യാപ്സൂൾ ഉണ്ടാക്കി തരും, നിങ്ങൾ അതങ്ങ് പ്രചരിപ്പിച്ചോളണമെന്ന് പോരാളി ഷാജിമാർ ഉൾപ്പെടെയുള്ളവരോട് ആഹ്വാനം ചെയ്ത ആളാണ്. ഞങ്ങൾ അപ്പോഴെപ്പോഴും ഓരോ ക്യാപ്സൂൾ ഉണ്ടാക്കും, അതിന് ഞങ്ങൾക്ക് ടീമുണ്ട്, ആ ടീമുകൾ ഞങ്ങൾക്ക് ക്യാപ്സൂളായിട്ട്, അങ്ങനെയാണ് ക്യാപ്സൂൾ ജയരാജൻ എന്ന് വരെ പേര് വന്നത്. അങ്ങനെയാണ്. അപ്പം ഒരു കാലത്ത് ഈ പോരാളി ഷാജിമാരും ഈ പറയുന്ന റെഡ് കാർപ്പറ്റും ഈ റെഡ് എൻകൗണ്ടേഴ്സും ഒക്കെ CPM-ന് വലിയ അഭിമതനായിരുന്നു, വലിയ താല്പര്യമുള്ളവരായിരുന്നു. അല്ല, ഇപ്പോൾ സംഭവിച്ച തെരഞ്ഞെടുപ്പിന് തോറ്റപ്പോൾ ചില നേതാക്കൾക്കെതിരായിട്ട് അവർ വിരൽ ചൂണ്ടി, സ്വാഭാവികമാണ്. അത് പാർട്ടി കമ്മിറ്റികളിൽ ഇപ്പോൾ എല്ലാ പാർട്ടി കമ്മിറ്റികളിലും നേതാക്കൾക്കെതിരെ അഭിപ്രായം പറയുന്നുണ്ടല്ലോ. അത്രയോ എനിക്ക് തോന്നുന്നത് അത്രയോ ഈ പോരാളി ഷാജിയും ചെയ്തിട്ടുള്ളൂ എന്നാണ്. ഒരു കാലത്ത് പിന്നെ വെള്ളവും പില്ലും പിന്നെ കാലിത്തീറ്റയും എല്ലാം കൊടുത്ത് വളർത്തിയെടുത്തത് ഈ നേതാക്കന്മാരാണ് പോരാളി ഷാജിമാരെ എന്നുള്ളത് അവർ മറക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? അല്ല, അതിനകത്ത് ഉള്ള ഒരു കാര്യം, ഈ മറ്റ് ഗ്രൂപ്പുകൾ പോലെയല്ല പോരാളി ഷാജി നമ്മൾ ഈ പറഞ്ഞ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടിക്ക് വേണ്ടി പോരാടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോരാളിയാണ്. ആ പോരാളി ഇപ്പം നമ്മുടെ കൂടെ കരുത്തനായി നിൽക്കുന്ന ഒരാളുണ്ടെന്ന് ചോദിക്കുക, നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയാം, നമുക്ക് വേണ്ടി എപ്പോഴും നമ്മളോടൊപ്പം നിൽക്കുന്ന അയാൾ വെറും ഒരാളല്ല, അയാൾ കരുത്തനാണ്. അപ്പോൾ ആ കരുത്തനായ ആൾ ഒരു ഘട്ടത്തിൽ നമുക്കെതിരെ തിരിയുമ്പോൾ ഒന്നിൽ രണ്ട് കാര്യം ചെയ്യാം. ഒന്നിൽ നമുക്ക് അയാളെ വിട്ടിട്ട് പോകാം, അല്ലെങ്കിൽ അയാളെ എങ്ങനെയും തീർക്കുക. കാരണം ഇവൻ നമുക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമാകും. കാരണം നമ്മുടെ എല്ലാ രഹസ്യങ്ങളും അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ ഈ പോരാളി ഷാജി എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇവിടെ എന്ത് സംഭവം പാർട്ടിക്കെതിരെ ഉണ്ടായാലും അത് പറയുന്ന ആളുകളുടെ നാവ് അടക്കുന്ന തരത്തിൽ ചെന്ന് വർത്തമാനം പറയും, ഭയങ്കരമായി മാനസിക പ്രയാസം ഉണ്ടാക്കുന്ന തരത്തിൽ സൈബർ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒന്നാണ് പോരാളി ഷാജി. അപ്പോൾ ആ പോരാളി ഷാജി ഒരു ഘട്ടത്തിൽ അതായത് പാർട്ടിക്കൊരു ബാധ്യതയാണ് ഈ പോരാളി ഷാജി എന്ന് ഇവർ തിരിച്ചറിഞ്ഞു തുടങ്ങി. തിരിച്ചറിഞ്ഞപ്പോഴാണ് നേതാക്കൾ, അതായത് കേരളം ബഹുമാനിക്കുന്ന പ്രമുഖരായ പല വ്യക്തികളെയും, പല സിനിമാ നടിമാരെ, സിനിമാ നടന്മാരെ, അതുപോലെ അവർ ഏതെങ്കിലും യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ, ഇപ്പം മോദി പങ്കെടുത്ത യോഗത്തിൽ അവരൊന്ന് പോയിട്ടുണ്ടെങ്കിൽ, ആ ഒരു ചലച്ചിത്ര നടിയായിരുന്നാലും ചലച്ചിത്ര പിന്നണി ഗായക, നമ്മളെല്ലാം വളരെ ബഹുമാനത്തോടെ കാണുന്ന നമ്മുടെ ചലച്ചിത്ര പിന്നണി ഗായക ചിത്ര ഉൾപ്പെടെയുള്ള നിരവധി പേരെ ആക്രമിച്ചപ്പോഴൊന്നും ഈ സഹാക്കൾക്ക് വലിയ വേദനയൊന്നും തോന്നിയില്ല, അവർക്കൊന്നും വലിയ വിഷമമൊന്നും തോന്നിയില്ല. ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോൾ ചില നേതാക്കൾക്കെതിരെ പോരാളി ഷാജിമാർ വിരൽ ചൂണ്ടി തുടങ്ങിയപ്പോഴാണ് അവിടെയാണ് വിരൽ ചൂണ്ടിയപ്പോൾ റഹീമിനെതിരെ പറഞ്ഞിട്ടുണ്ട്. റഹീമെ, നിങ്ങൾ കുറച്ച് ശിങ്കിടികൾ വിചാരിച്ചതുകൊണ്ട് കിട്ടിയതാണ് ഈ വിജയമെന്ന് അഹങ്കരിക്കരുത് എന്നായിരുന്നു പിന്നെ പോരാളി ഷാജിയുടെ ഒരു ഫേസ്ബുക്ക്. റഹീം സംസാരിച്ചു. പോരാളി ഷാജി നിഗൂഢമായ അജ്ഞാത സംഘമാണ് എന്ന മുന്നറിയിപ്പുമായിട്ട് DYFI വന്നപ്പോഴാണ് റഹീമിനെതിരെ പോരാളി ഷാജി, അന്ന് റഹീം സംസ്ഥാന സെക്രട്ടറിയാണ്, അപ്പോൾ അതിനെതിരെ വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് വന്നത്
ഭയഭക്തി ബഹുമാനങ്ങൾ കമ്മ്യൂണിസം എന്ന ആശയത്തോട് മാത്രമാണ്, അല്ലാതെ ഇന്നലെ പൊട്ടിമുളച്ച വെട്ടുക്കിളിക്കൂട്ടങ്ങളോടല്ല എന്ന് തുടങ്ങി നേതാക്കൾക്കെതിരെ ഇങ്ങനെ കടുത്ത വിമർശനത്തോടെയാണ് ഇവർ ഈ അടുത്ത കാലത്തായിട്ട്. അതായത് അവർക്ക് CPM-ൻ്റെ ഒരു രീതി അറിയാമല്ലോ, CPM-നകത്ത് നിന്നിട്ട് അവർക്കെതിരെ പറഞ്ഞു തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും CPM-ൻ്റെ ഒരു രീതി വെച്ചിട്ട് മൂടോടെ വെട്ട് അതിനെ അതിജീവിച്ച് പോയ വളരെ ചുരുക്കം ആളുകൾ മാത്രമേ. ഇപ്പോൾ എം വി രാഘവനെ അന്ന് കെ കരുണാകരൻ സംരക്ഷിച്ചതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം വേറൊരു പാർട്ടി ഉണ്ടാക്കി. പിന്നെ അദ്ദേഹത്തിൻ്റെ ഭരണത്തോടു കൂടി ആ പാർട്ടി ഇല്ലാതായിപ്പോയി. KR ഗൗരിയമ്മയും അന്ന് കരുണാകരൻ്റെ പാളയത്തിലേക്ക് പോയി. അങ്ങനെ വളരെ ചുരുക്കം എന്ന് പറയാവുന്ന ആളുകൾ മാത്രമേ അതൊക്കെ അവരുടെ ഒരു എന്താ പറയുന്നത്, അവരുടെ ഒരു സ്വാധീനവും ജനസ്വാധീനവും ജനസമ്മതിയൊക്കെ ഉള്ളതുകൊണ്ടാണ്, അവർക്ക് പ്രസക്തി ഉള്ളതും കൂടെ കൊണ്ടാണ് അവർ നിലനിന്നത്. മറ്റുള്ളവരുടെ കാര്യം അങ്ങനെയല്ല. പാർട്ടിക്കെതിരായി സംസാരിച്ചു തുടങ്ങി, പാർട്ടിക്ക് അനഭിമിതനായി തുടങ്ങിയാൽ പിന്നെ വേറെ രക്ഷയില്ല. പാർട്ടിയുടെ ഒരു രീതി ആ തരത്തിലാണ്. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ ഈ വഹാബ് ആരാണെന്ന് അവർ കണ്ടെത്തട്ടെ. വഹാബ് എന്നുള്ള ഒരു നാമം മാത്രമേ ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളൂ. ഈ വഹാബ് ആരാണ്, അയാളുടെ വേരുകൾ എവിടെയാണ്, അദ്ദേഹത്തിൻ്റെ എന്തൊക്കെയാണ്, അയാളുടെ ഈ വേര് ആരാണ്, ഈ വഹാബ് എന്നുള്ള പേര് ശരിയാണോ, ഫോൺ കൊടുത്തത്, ഫോൺ വാങ്ങിച്ചിരിക്കുന്ന സിം കാർഡ് വാങ്ങിച്ചിരിക്കുന്ന വഹാബ് എന്നുള്ള പേരിലാണ്, ഇത് യഥാർത്ഥ വഹാബ് തന്നെയാണോ, ഇതെല്ലാം ഇനി പോലീസ് കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും 21-ാം തീയതി ഹൈക്കോടതിയിൽ ഇതിൻ്റെ ഹർജി വീണ്ടും എടുക്കുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ചിത്രം വ്യക്തമാവുമായിരിക്കും അല്ലേ? ചിത്രം വ്യക്തമാവും. അത് മാത്രമല്ല, ഈ മന്ത്രി നമ്മുടെ സജി ചെറിയാനെ അപകീർത്തിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ട് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി, ഈ തെരഞ്ഞെടുപ്പ് ഇടതുമുന്നണിയുടെ കമ്മിറ്റി ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി കൊടുത്തിരുന്നു. പോരാളി സജി ചെറിയാനെ അപകീർത്തിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ട്. ഈ പാർട്ടിക്കുള്ളിലുള്ള തിരുത്തൽ ശക്തികൾ പോരാളി ഷാജിക്ക് പിന്നിലുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥ വസ്തുത. അത് തന്നെയാണ് സത്യം. അപ്പം നേരിട്ട് പറയാൻ വയ്യ, ഇങ്ങനെ പറയുന്നു, അത് തന്നെയാണ് സത്യം. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം.